ശ്രീമതി നുസ്രത്ത് ജഹാൻ, ഇത് കുട്ടികളാണ്, വിദ്യാർത്ഥികളാണ്. നമ്മളിതിൽ വർഗീയത കാണണ്ട, അല്ലെങ്കിൽ തീവ്രവാദം, മതതീവ്രവാദം കാണണ്ട എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും ലാഘവത്തോടെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്. ഇപ്പോൾ ഇടതുമുന്നണിയുടെ പ്രതിനിധിയാണ് അഡ്വക്കേറ്റ് ബലദേവ്. സ്വാഭാവികമായി സർക്കാരും ഈ ഒരു നിലപാടല്ലേ, ഇത്തരത്തിൽ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നത് കൊണ്ടല്ലേ ഇത്തരം പ്രവർത്തനങ്ങൾ, ഇടപെടലുകൾ അത് കൂടുതൽ ഊർജിതമായി മുന്നോട്ട് പോകുന്നത്? ഹിന്ദുവിനെ പറയുമ്പോൾ മാത്രം ശരിക്കും ഈ രാജ്യത്തുള്ള ഒരു പ്രശ്നം ആകെന്ന് വെച്ചാല്, ഈ ഭാരതത്തിന്റെ ഹിന്ദു സംസ്കാരത്തിനോട് ലോകത്തിലുള്ള എല്ലാ മതങ്ങൾക്കും എല്ലാ രാഷ്ട്രീയക്കാർക്കും നമ്മൾക്ക് കാണുന്ന ഒരു ദേഷ്യമുണ്ട്. ശരിക്കും പ്രതിപക്ഷത്തെ എന്നും ഇരിക്കണ ഹിന്ദു തന്നെ, ഹിന്ദു രാഷ്ട്രം അവരെന്നെ ഉണ്ടാക്കുക. ഇവിടെ ഹിന്ദുക്കൾ ആരും ഹിന്ദു രാഷ്ട്രം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ രാമായണം ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ആരും പ്രതികരിച്ചായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ മാധ്യമ ദിനപത്രത്തിൽ കർക്കിടക മാസം 1 തൊട്ടിട്ട് പിന്നെ ഒരു ആർട്ടിക്കിൾ വരുന്നുണ്ട്, രാമായണത്തിനെ അധിക്ഷേപിച്ചുകൊണ്ട്, രാമായണത്തിനെ പരിഹസിച്ചുകൊണ്ട്, രാമനെ പരിഹസിച്ചുകൊണ്ട്. ആർക്കും അത് പറയാനില്ല. ശ്യാം കുമാർ എന്ന എഴുത്തുകാരനാണ് ചെയ്യുന്നത്. അപ്പൊ മാധ്യമം ഈ മൗദൂദിന്റെ യഥാർത്ഥ പേരാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് നോക്കണം, അറിയില്ല. പക്ഷെ അതേ ധൈര്യം ഞാൻ അവരോട് അതാ ചോദിച്ചത്, അതേ ധൈര്യം എനിക്ക് അവരോട് ചോദിക്കാണ്ട്. അതേ ധൈര്യം റംസാൻ മാസത്തില് പിന്നെ ഖുർആനെ വിമർശിച്ചിട്ട് ആരെങ്കിലും ഓരോ സെന്റൻസ് എടുത്തിട്ട് എഴുതുന്നത് ഇവരെ എഴുതുമോ ഖുർആനിലെ? അതിന് ധൈര്യം ഉണ്ടോ? ജബ്ബാർ മാഷിനെ വിളിക്കാം നമുക്ക്. അതുപോലത്തെ കുറെ ആൾക്കാരുണ്ടല്ലോ, ഖുർആനെ ഇത് വിമർശിച്ചിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അമിത് ഷാ, മംഗലൂരൊക്കെ പോലത്തെ ആൾക്കാരെ വിളിച്ചിട്ട് അതിൽ ഒരു പങ്ക്തി നടത്തട്ടെ. അതിന് ധൈര്യം ഇവർ കാണിക്കോ? അപ്പൊ ഈ പത്രങ്ങൾ എന്ന് വെച്ചാൽ ഒരു അജണ്ട തന്നെയാണ് ഇത്. ഇതിലൊരു സംശയമില്ല. ആരെന്തൊക്കെ എതിർത്താലും ജനിച്ചാൽ ഒരു ദിവസം മരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനെ ഒട്ടും എനിക്ക് പേടിയില്ല. ഭഗവത്ഗീത വായിച്ചോട്ട് അതിനൊരു ചെറിയൊരു കഥയും കൂടെ പറയാം അതിനോട് ഒപ്പിച്ച്. കാരണം ചെറുപ്പകാലത്ത് ഭയങ്കര പേടിയായിരുന്നു മരണത്തിന്. മദ്രസിൽ പോകുമ്പോൾ പഠിപ്പിക്കുന്ന ഒരു സാധനമുണ്ട്, സ്വർഗവും നരകമാണല്ലോ കൂടുതൽ പഠിക്കുക. അപ്പൊ അങ്ങനെ കുട്ടിക്കാലത്ത് ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു 10 വയസ്സിൽ എന്റെ ഉപ്പ മരിച്ചു പോണത്. അപ്പൊ ഞങ്ങൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചെറിയ പാവാടയൊക്കെ ഇട്ട് പോണ കാലത്താ. അപ്പൊ എന്നും ഉസ്താദിന്റെ അടുത്തുനിന്ന് ചീത്ത വെക്കും. കുട്ടികളെ പറഞ്ഞു കൊടുക്കും, ഇവിടെ പാവാട ഇട്ടാ സ്കൂളിൽ പോണേ, ഇവള് പിന്നെ ഷഡ്ഡി ഇടലുണ്ട്. ഇതൊക്കെയായിരുന്നു അന്നത്തെ കംപ്ലൈന്റ്. അന്ന് ഇതൊന്നും ഓരാരും ഇടൂല. ഇത് ഏറ്റവും വലിയൊരു തമാശയാ. അപ്പൊ അതൊക്കെ പേടിച്ചാ മദ്രസ പോവുക. അപ്പൊ ഈ 10 വയസ്സില് ബാപ്പ മരിച്ചു കഴിഞ്ഞപ്പോ ആ സമയത്ത് ഇവര് മരിക്കണതിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോ ശരിക്കും ഞാൻ മെന്റലി ഭയങ്കര അപ്സെറ്റായി ആ ചെറിയ പ്രായത്തിൽ. ആ തൊട്ടുള്ള ആ ഭീതി, എനിക്ക് മരണ വീടുകളിൽ പോകാൻ അങ്ങനെയൊക്കെ പേടിയിരുന്നു. പിന്നെ പക്ഷെ ഭഗവത്ഗീത വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എന്താണ് ആത്മാവും നമ്മുടെ ബോഡി കേൾക്കണം ഇതെല്ലാരും. കാരണം ഇതുപോലെ പേടിയുള്ള പല കുട്ടികളും ഉണ്ടാവും, ആൾക്കാരും ഉണ്ടാവും. നമ്മുടെ സബ്റ്റിൽ ബോഡിയും ഗ്രോസ് ബോഡിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ ആത്മാവാണ് എല്ലാം ചെയ്യണത്. ഇത് നമുക്ക് വന്ന ഒരു ആർഭാടം മാത്രമാണ്. ഇതിലൊന്നുമില്ല, അതിനെ പറ്റിയിട്ട് കണ്ടുപിടുത്തങ്ങളെ ഇല്ല. ഈ പറയണ ഇതൊന്നും അല്ല എന്നുള്ള മൊയ്ലിയാര് പഠിപ്പിച്ച എല്ലാ കഥകളും അങ്ങനെയാണ്. അപ്പോ ഈ ഇതിന്ന് പേടി മാറി നമ്മൾ വരുമ്പോ നമ്മളിത് ചോദിക്കണേ, നമ്മളിത് പഠിച്ചു കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോ അപ്പൊ അവര് ചോദിച്ച പോലെ പർദ്ദ ഇടാതെ അല്ല ഇവിടെ വന്നിരിക്കണേ. ഞാൻ പർദ്ദ ഇടാൻ പോയിരുന്നെങ്കിൽ എന്റെ 10 വയസ്സിൽ എന്റെ കോൺവെന്റ് സ്കൂൾ വിദ്യാഭ്യാസം മാറ്റി ഞാൻ എന്റെ വീട്ടിൽ ഏതോ മൂലക്ക് ഉണ്ടാവും. എന്റെ കൂടെ അന്ന് പഠിച്ചവരൊക്കെ അവര് ഏതോ കോണുകളിൽ അവരെ പേര് പോലും ആർക്കും അവർക്ക് തന്നെ പറയാൻ അറിയാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന അന്ധകാരത്തിലാണ് എന്റെ കൂടെ പഠിച്ചവരാണ്. കാരണം ആ കാലത്ത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം 80കളില് പിന്നെ ചെറുത്താന്റെ വിദ്യാഭ്യാസമായിരുന്നു. ആപ്പാവാറട്ട് ഒരാൾ സ്കൂളിൽ പോയില്ല. എന്റെ സിസ്റ്ററിന്റെ അടുത്ത് ഞാൻ എന്റെ പ്രിൻസിപ്പാളിനോട് ഞാൻ പോയി ഒരിക്കൽ ചോദിച്ചു. കാരണം നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്നൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. കാരണം തട്ടടാതെ പോണ്, ചെറിയ പാവാടായിട്ട് പോണ്. അപ്പൊ ഇങ്ങനെ പറയുന്നുണ്ട്, ഉപ്പയും മരിച്ചുപോയി, അല്ലെങ്കിൽ ഞങ്ങളെ വിദ്യാഭ്യാസം നിർത്തും എന്ന് പറഞ്ഞ ഭീഷണി കുടുംബത്തിൽ നിന്ന് മുഴങ്ങിക്കൊണ്ടിരിക്കുക. കാരണം ഉമ്മ വളരെ ചെറിയ പ്രായ, 26 വയസ്സുള്ള എന്റെ ഉമ്മയും ഞങ്ങൾ 4 മക്കളാണ്. അപ്പൊ മൂത്തത് ഞാനാ, 5ാം ക്ലാസ്. അപ്പൊ സിസ്റ്റർ എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നിനക്ക് പഠിക്കാനാണോ വരുന്നെങ്കിൽ നീ പഠിക്കാൻ വാ, അതൊന്നും കേൾക്കണ്ട. അല്ലെങ്കിൽ ഓര് പറയണ കേൾക്കാനാണെങ്കിൽ നിന്നെപ്പോ ഒരു കൊല്ലം കഴിഞ്ഞ് ഒരു കെട്ടിച്ചു വിടും, അത് കഴിഞ്ഞ് നീ പാവാടയൊക്കെ ഇട്ട് തട്ടക്കെട്ട് അവിടെ ഇരുന്നോ പറഞ്ഞു. അതാണ് ഞാൻ ഇന്ന് വരെ ആ സിസ്റ്റർ ലത്തീഷ്യ എന്നോട് പറഞ്ഞ വാക്കുകളാണ്. അതൊരു ക്രിസ്ത്യൻ സിസ്റ്റർ ആയിരുന്നു. ആ സിസ്റ്ററിനോട് അവിടുത്തെ ഒരു നണ്ണ്, അവിടെ ചാപ്പൽ ഉണ്ടായിരുന്നു, ആ ചാപ്പലിൽ പോയി മതം മാറാനോ പ്രാർത്ഥിക്കാനോ ഒന്നും എന്നോട് ആരും പറഞ്ഞിട്ടില്ല. ഞാൻ ആകെ 2-3 മുസ്ലിം കുട്ടികളെ അന്ന് ആ സ്കൂളിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്നും അടക്കും ചിട്ടയോടെ കോൺവെന്റ് സ്കൂളിലെ പഠനമാണ്.
ജീവിതത്തിൽ അടക്കവും ചിട്ടയും അതുപോലെ പഠിപ്പിച്ചത്. അല്ലാതെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എല്ലാം പഠിക്കണം, എല്ലാം അറിയണം എന്നുള്ള ഒരു ചിന്താഗതി ലോകത്തിന്റെ മുമ്പിൽ എത്താൻ സഹായിച്ചതും അതുകൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പൊ ഈ ഇത് ചെറിയ കാര്യമായി നിങ്ങൾ മതവൽക്കരിക്കല്ലേ പറഞ്ഞല്ലോ. അന്ന് എനിക്കത് മതവൽക്കരിക്കായിരുന്നു. അത് ഞാൻ എടുത്ത സെൻസ് ഞാൻ ഉപയോഗിച്ചു. പക്ഷെ ഇന്നുള്ള മുസ്ലിം പെൺകുട്ടികള് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ബുർക്ക അല്ലെങ്കിൽ ഹിജാബ് ഇട്ട് കോളേജിൽ പോകണ്ട പറയുമ്പോ പോകേണ്ടിയിരിക്കുമ്പോ, അന്ന് 40 വർഷം മുമ്പ് എന്റെ കൂട്ടുകാരികൾ ഇന്ന് അടുക്കളയിൽ ഇരിക്കുന്ന പോലെ 40 വർഷം കഴിഞ്ഞ് എന്നും ചന്ദ്രനിലും സൂര്യനിലും ഒക്കെ പോണ ലോകത്തിന്റെ മുമ്പിൽ നിങ്ങളെ മക്കളെ മുമ്പിൽ ഒന്നുമല്ലാതെ വിദ്യാഭ്യാസം മടക്കി സ്വാതന്ത്ര്യം ഇല്ലാതെ ഏതെങ്കിലും മൊല്ലാക്കന്മാര് പറയണ ഫത്വ. ഇപ്പൊ നേരത്തെ അവര് പറഞ്ഞു വിദ്യാഭ്യാസം AP ഉദ്യോഗസ്ഥ പറഞ്ഞു വിദ്യാഭ്യാസം മതത്തിന്റെ ചട്ടക്കൂട്ടിൽ നിന്ന്. മതത്തിലെ ചട്ടക്കൂട്ടിൽ എന്തോ വിദ്യാഭ്യാസം ഇവര് തരുന്നേ. മക്കനിട്ട് പോയാൽ എന്നെ ക്രിസ്ത്യൻ സ്കൂളിൽ കയറ്റുമോ? ഞാൻ പോയാൽ പഠിക്കാൻ പറ്റുമോ? എനിക്ക് പൈലറ്റ് ആവാൻ പോയാൽ ഞാൻ അവിടെ മക്കനിട്ട എന്റെ ചെവിയിൽ ഇയർഫോൺ വെക്കാൻ പറ്റുമോ? സെലസ്കോപ്പ് വെക്കാൻ പറ്റുമോ? ഞാൻ ഡോക്ടർ ആവണോടത്ത് ഞാൻ മക്കനിട്ടിട്ട് പോയാല് ചെവിയിൽ കേൾക്കുക മനുഷ്യന്റെ പൾസ്. എന്തുണ്ട് ഞാൻ പഠിക്കണ്ടേ? നിന്റെ ഡിഗ്നിറ്റിക്ക് അനുസരിച്ച് വസ്ത്രം ധരിക്കാൻ മാത്രമേ ഇസ്ലാമില് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൂ. ആ ഖുർആൻ വാക്യം അൽ-നിസ എന്ന് പറഞ്ഞ സൂറത്തിലെ വാക്യം ഉപയോഗിച്ചാണ് ഇവര് മൂടിക്കെട്ടി കൊണ്ടുവരുന്നത്. അപ്പൊ ചട്ടക്കൂട്ടിൽ നിന്ന് ഇസ്ലാമെന്ന് ഒരു പെണ്ണിനും ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ സുപ്രീം കോടതി വിധി വന്നു, മുസ്ലിം സ്ത്രീക്ക് ജീവനാംശം കൊടുക്കണം കല്യാണം കഴിച്ചു ഒഴിവാക്കിയാൽ. ഏതൊരു സ്ത്രീക്കും അർഹത ഉണ്ട്, എത്ര കാലം കഴിഞ്ഞാലും അത് അപേക്ഷിക്കാം. അപ്പൊ അതിനെതിരെ എന്താ പോയ ഒരു മാധ്യമങ്ങളും അവിടെ കേരളത്തിൽ ഇതിനെപ്പറ്റി എഴുതിയില്ല. ഇംഗ്ലീഷ് മാധ്യമങ്ങളൊക്കെ എഴുതി, ഹിന്ദി എഴുതി, ആരും എഴുതിയില്ല. പക്ഷെ എഴുതി എന്തറിയോ? മുസ്ലിം ലോ ബോർഡ് ഓഫ് ഇന്ത്യ അതിനെതിരെ നിവേദനം കൊടുത്തു. ശരീഅത്താണ് നിശ്ചയിക്കുന്നത് മുസ്ലിം പെണ്ണിന്റെ ജീവനാംശം, അല്ലാതെ അവളുടെ കോടതിയോ ഇവിടുത്തെ ഗവൺമെന്റിന്റെ സപ്പോർട്ടല്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, ഇപ്പോഴും സുപ്രീം കോടതികളും നിയമത്തിന്റെ ഇടയിലും ഈ സുഡാപ്പികളും കോൺഗ്രസ്സുകാരെയും കൈയുണ്ട്. അന്ന് രാജീവ് ഗാന്ധിന്റെ കാലത്തുണ്ടായ അതേ നയം നടത്തുന്ന ആ ചിറ്റമ്മ നയം നടത്തുന്ന ആൾക്കാർ ഇന്നും ലോ ബോർഡിലും എന്താ പറയാ നിയമപാലകരുടെ ഇടയിലും ഒക്കെ ഉള്ളതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു ലോ ബോർഡ്. വാട്ട് സുപ്രീം ലോ ബോർഡ് ഓഫ് ഇന്ത്യ അല്ല, സുപ്രീം ലോ ബോർഡ് അല്ല, പേഴ്സണൽ ലോ ബോർഡ് ഓഫ് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് പറഞ്ഞ ഒരു NGO. അത് പറയുന്നത് വെച്ചാണോ മുസ്ലിം സ്ത്രീകൾ ജീവിക്കേണ്ടത്? പിന്നെ രാമായണ മാസം രാമായണത്തിന് എതിർത്ത പോലെ ഖുർആൻ എതിർക്കാൻ പറയും ഇവരോട്. അതിന് ധൈര്യം ഉണ്ടോ ഈ സാറിന് പറയാന്? നിങ്ങൾ തന്നെ എതിർത്ത് എഴുത്. പിന്നെ മിത്ത് പറഞ്ഞ ശംഷീറിനെ എല്ലാരും കൊണ്ടുപോയിട്ട് പൂജിച്ചു നിങ്ങൾ തന്നെ. പക്ഷെ നേരെ പറിച്ച് വേറെ എന്തോ പറഞ്ഞ ഒരു മുസ്ലിം മന്ത്രി, ഒരു സഖാവിനെ ആരും സപ്പോർട്ട് ചെയ്യാണ്ടായില്ല. കാരണം ഹിന്ദുവിനെ പറയുമ്പോ ആൾക്കാർ ഇതാണ് ഇതൊക്കെ പറഞ്ഞതിന്റെ കാര്യം. ഹിന്ദുവിനെ പറയുമ്പോ എല്ലാരും കൂടി ഞങ്ങളുടെ ആക്രമിക്കും, ഹിന്ദു മാത്രം പ്രതിപക്ഷത്ത്. ആ സ്വഭാവം ഇവർ നിർത്താത്തോടത്തോളം കാലം നമ്മളെ പോലെയുള്ള മുസ്ലിങ്ങളും ദേശീയത ഉള്ളവരും ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ട്. ഓക്കെ.